അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പാർട്ടായിട്ട് പരിശുദ്ധ ഖുർആനിലെ ഹൃദയം എന്ന് അറിയപ്പെടുന്ന സൂറത്തുൽ യാസീൻ അഥവാ നമ്മളൊക്കെ നിത്യേന പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. അപ്പോൾ ആ സൂറത്തിൽ തെറ്റുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഓതുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മളിങ്ങനെ പാർട്ടായിട്ട് കുറച്ച് ഇങ്ങനെ പഠിച്ചു വരികയാണ്. അങ്ങനെ 50-ാമത്തെ ആയത്ത് വരെ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 51-ാമത്തെ ആയത്ത് മുതൽ 54-ാമത്തെ ആയത്ത് വരെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കാനും അതനുസരിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇതാണ് ആദ്യത്തെ ആയത്ത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആദ്യം തന്നെ വനുഫിഖ, ഹ ആണ്. വനുഫിഖ, എൻ്റെ വായിലേക്ക് ശ്രദ്ധിക്കണം. വനുഫിഖ, വനുഫിഖ, വനുഫിഖ എന്ന് വായ ഓപ്പൺ ചെയ്ത് പറയരുത്, മറിച്ച് വായ എപ്പോഴും മൂടിയിട്ടുണ്ടാകണം. അഥവാ ഇത് തഫ്ഹീമിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ ഘനപ്പിച്ച് ഉച്ചരിക്കുക എന്നർത്ഥം. അഥവാ ഇപ്പോൾ ഒരു ഉദാഹരണം, ഹ ഹ, ഇത് രണ്ട് പറയുമ്പോഴും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവും. ഒന്ന് ഒരു ഗാംഭീര്യത്തോടുകൂടി ഒരു ഘനപ്പിച്ചാണ് ഉച്ചരിച്ചത്, ഹ ഹ. എന്നാൽ ഹ ഹ ഇത് ഘനമില്ലാതെയുമാണ് ഉച്ചരിക്കുന്നത്, അഥവാ നേർപ്പിച്ച് എന്ന് പറയും. ഇവിടെ ഈ ഘനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമാണ് ഹ എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ വനുഫിഖ എന്ന് ഓപ്പൺ ചെയ്ത് പറയാതെ വനുഫിഖ, വായ മൂടിയിട്ട് തന്നെ പറയണം. വനുഫിഖ, വനുഫിഖ ഫിസ്സൂരി, ഫിസ്സൂരി, ഫിസ്സൂരി അഥവാ സീൻ അല്ല, മറിച്ച് അവിടെ സ്വാദാണ്. സോ സോ, നേരത്തെ പറഞ്ഞ പോലെ വായ മൂടിക്കൊണ്ട് പറയേണ്ട അക്ഷരം. സോ, ശ്രീ, സു, 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 സു. ഇതാണ് സീനും സ്വാദും തമ്മിലുള്ള വ്യത്യാസം. ഒന്നുകൂടി കേട്ടു നോക്ക്. സു, 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 സു. ഒരു പക്ഷേ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാകും. എങ്ങനെയായാലും ആ സ്വാദ് പറയുന്ന സമയത്ത് നമ്മൾ വായ മൂടിക്കെട്ടിക്കൊണ്ട് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ വനുഫിഖ ഫിസ്സൂ, ഫിസ്സൂ അല്ല, വനുഫിഖ ഫിസ്സൂ, ഫിസ്സൂരി, വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും, ഫഇദാ, ദാലിൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും. ഫഇദാ, ഫഇദാ, ഫഇദാ ഹും മിനൽ, അവിടെ മീമിന് ശബ്ദ് കാണുന്നുണ്ടാകും, അവിടെ മണിക്കേണ്ട സ്ഥലമാണ്. ഫഇദാ ഹും മിനൽ അഥവാ സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ പറയുന്ന സ്ഥലത്ത് ഇത് കാണാൻ കഴിയും. അഥവാ രണ്ട് മീം അവിടെ അടുത്ത് വരുന്നതായി കാണാം. ഫഇദാ ഹും എന്ന സ്ഥലത്ത് ഒരു മീമ്, ശേഷം വേറെ ഒരു മീമ്. ഇവിടെ ഒന്നാമത്തെ മീമ് സാക്കിനായ അഥവാ സുക്കൂൻ ഉള്ള മീമാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്താക്കപ്പെട്ടതായ ഒരു മീമ് വന്നാൽ ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ചേർത്തി മണിച്ചുകൊണ്ട് അവിടെ പാരായണം ചെയ്യണം എന്നാണ് നിയമം. അതുകൊണ്ട് ഇവിടെ ഫഇദാ ഹും മി, ഫഇദാ ഹും മി എന്ന സ്ഥലത്ത് ഒറ്റ മീമാക്കി മാറ്റുകയും അതിന് കട്ടി കൊടുക്കുകയും മാത്രമല്ല മണിക്കുകയും, അഥവാ ഒരു 2 അക്ഷരം പറയേണ്ട സമയം നമ്മൾ ആ ഒരു ഒറ്റ അക്ഷരത്തിൽ തന്നെ നിൽക്കണം. ഫഇദാ ഹും മി എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം ഫഇദാ ഹും മി, ഇതാണ് മണിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫഇദാ ഹും മിൻ
മിനൽ അജ്ദാസി, മിനൽ അജ്, അജ്, ആ അജ്, അജ് എന്ന് തന്നെ കേൾക്കണം. കാരണം ജദ്, ഇത്രയും അക്ഷരങ്ങൾ, 5 അക്ഷരങ്ങൾ. ഈ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കട്ടിക്ക് തന്നെ നമ്മൾ പറയണം. അഥവാ അജ്, ഇജ്, ഉജ്. അതുപോലെ തന്നെ ഖാഫാണെങ്കിൽ അഖ്, ഇഖ്, ഉഖ്. എന്നാൽ ഇതിലൊന്നും പെടാത്ത വേറൊരു അക്ഷരം ഒന്ന് എടുത്തു നോക്ക്. ഉദാഹരണം മീം എടുത്ത് നോക്കാം. അവിടെയാണെങ്കിൽ അം, ഇം, ഉം എന്ന പാരായണം ചെയ്യുക. മറിച്ച് എങ്ങനെയല്ല, അമ്, ഇമ്, ഉമ് എന്നല്ല. മനസ്സിലായോ? അപ്പോൾ ഈ 5 അക്ഷരങ്ങളുടെ പ്രത്യേകത അത് എടുത്തു തന്നെ പ്രത്യേകം പറയണം. അജ് എന്ന് പറയുന്നതിന് പകരം അജ്, ഇജ്. ഇവിടെ എങ്ങനെയാ? മിനൽ അജ്, മിനൽ അജ്ദാസി. സാ ആണ്. ആ സാഇൻ്റെ മഖറജ് നമ്മൾ നേരത്തെ ദാലിൻ്റെ മഖറജ് പറഞ്ഞതുപോലെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും തട്ടിക്കുക. മിനൽ അജ്ദാസി. എൻ്റെ നാവ് ശ്രദ്ധിക്കുക. മിനൽ അജ്ദാസി, സി, സ, സി. കണ്ട? മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം, ഇലാ റ. നേരത്തെ പറഞ്ഞതുപോലെ റാ തഫ്ഖീമാക്കി ഉച്ചരിക്കണം. റോ, റ എന്ന് വായ ഓപ്പൺ ചെയ്ത് പറയാതെ റോ, ഇലാ റോ, ഇലാ റോ. മനസ്സിലായ? ഇലാ റബ്ബിഹിം, റബ്ബിഹിം യാസിലൂൻ, യാസി, യാസി. അവിടെ മണിക്കണം. കാരണം സുക്കൂനുള്ള നൂനിൻ്റെ നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമമാണ് ഇത്. അഥവാ ഇഖ്ഫാ. സുക്കൂനുള്ള നൂനിന് ശേഷം 15ഓളം അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മണിക്കണം. അവിടെ നൂനിൻ്റെ മഖ്റജിനെ മറച്ചുകൊണ്ട്, കൃത്യമായി നൂനിൻ്റെ മഖ്റജിൽ കൊണ്ട് നാവ് വെക്കാതെ അഥവാ മറച്ചുകൊണ്ട് അവിടെ കുറച്ചു നേരം മണിക്കണം. അഥവാ എൻ എന്ന് പറയാതെ യാ എന്ന് പറയണം എന്നർത്ഥം. അഥവാ അവിടെ മറക്കുന്നു. യഥാർത്ഥ നൂനിൻ്റെ മഖ്റജിൽ കൊണ്ട് നാവ് മുട്ടിക്കുമ്പോൾ എൻ എന്ന് കേൾക്കാം. എന്നാൽ ഇത് യഥാർത്ഥ മഖ്റജിൽ മുട്ടിക്കാതെ ആ മഖ്റജിൻ്റെ പറ്റെ വരെ പോയിട്ട് അവിടെ അങ്ങനെ നിർത്തിയിട്ട് നമ്മൾ തരിമൂക്ക് കൊണ്ട് അവിടെ മണിക്കണം. യൻ എന്ന് പറയാതെ യാസി, യാ, യാ. ഇതാണ് ഇഖ്ഫാ. ഇഖ്ഫാ ചെയ്യേണ്ട രൂപം ഇങ്ങനെയാണ്. അതുകൊണ്ട് യാസിലൂൻ, യാസി, സി, യാസിലൂൻ. ആയത്തൊന്നുകൂടി നോക്കാം. വനുഫിഖ, ഹ, വനുഫിഖ ഫിസ്സൂരി, സാദ്, വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും ഫഇദാഹും മിനൽ അജ്ദാസി, അജ്ദാസി. فإذاهم من الأجداث إلى ربهم ينسلون. അടുത്ത ആയത്ത്. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. ഓരോന്ന് നമുക്ക് നോക്കാം. ഖാലു, ഖാഫാണ് ആദ്യം തന്നെ, ക അല്ല, ഖ, ക. ഇതാ വ്യത്യാസം. ഖ നേരത്തെ പറഞ്ഞതുപോലെ തഫ്ഖീമിൻ്റെ അക്ഷരമാണ്. അതുകൊണ്ട് ഖ, ഖ എന്ന് തന്നെ പറയണം. ഖാലു, قالوا يا ويلنا, قالوا يا ويلنا من അവിടെ മണിക്കണം. സാക്കിനായ നൂനിൻ്റെ നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമമാണത്. സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ അവിടെ ഇഖ്ലാബ് ചെയ്യണം. അഥവാ മീമാക്കി അവിടെ മറിക്കണം. അഥവാ സാക്കിനായ നൂനിനെ അവിടെ മീമാക്കി ഉച്ചരിക്കണം. മീമിൻ്റെ മഖ്റജ് ഏതാ? 2 ചുണ്ട്, മാ, മാ. കണ്ട? 2 ചുണ്ടുകൾ മുട്ടുമ്പോഴാണല്ലോ മീമ് എന്ന അക്ഷരം പുറപ്പെടുക. ഇവിടെ ശരിക്ക് മൻ ബഅസന എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ മം ബഅസന എന്ന് പറയുന്നു. ഇതാണ് മറിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അഥവാ ഈ
സാക്കിനായ നൂന് എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ മീമിനെ കൊണ്ടുവരുന്നു. സാക്കിനായ ഒരു മീമിനെ കൊണ്ടുവരുന്നത് പോലെ. എന്നിട്ട് എന്ത് ചെയ്യും? മണിക്കുകയും ചെയ്യും. ഇതിനാണ് ഇഖ്ലാബ് അഥവാ മറിക്കുക. മറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ നൂനിനെ എടുത്ത് മറിച്ചിട്ട് വേറെ ഒരു അക്ഷരത്തെ കൊണ്ടുവന്നു എന്നിട്ട് അവിടെ മണിക്കണം. ഇതാണ് ഇഖ്ലാബ് അഥവാ സാക്കിനായ നൂനിന് ശേഷം ബാ എന്ന അക്ഷരം, ഒരക്ഷരം മാത്രമേ അതിനുള്ളൂ. ഈ ഒരു അക്ഷരം വന്നു കഴിഞ്ഞാൽ ഈ പ്രവൃത്തി ചെയ്യണം. ഏത് പ്രവൃത്തി? സാക്കിനായ നൂന് അല്ലെങ്കിൽ തൻവീനാകാം. ഇത് രണ്ടിനെ അവിടെ മാറ്റിയിട്ട് അവിടെ സാക്കിനായ ഒരു മീമിനെ എന്ത് ചെയ്യണം? നമ്മൾ പുറമേ കൊണ്ടുവരണം. അത് നമ്മൾ ഖുർആനിൽ ശ്രദ്ധിച്ചാൽ കാണാം, ചെറിയ ഒരു മീം അതിൻ്റെ മേലെയോ താഴെയോ ആയിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തിരിക്കുന്നതായി കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഓതേണ്ടത് എങ്ങനെയാണ്? മീമിൻ്റെ മഖറജ് വെച്ച് മണിക്കണം. മൻബ മൻബ എന്ന് ഓതേണ്ടതിന് പകരം മൻബ മൻബ ഇങ്ങനെ ഓതണം. ഖാലൂ യാ വൈലനാ മൻ ബഅസ ബഅസ സാന്റെ മഖറജ് നേരത്തെ പറഞ്ഞിരുന്നു. ബഅസനാ മിമ്മ സാക്കിനായ നൂനിന് ശേഷം മീം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മണിക്കണം. മിമ്മർ മിമ്മർ റാ ശ്രദ്ധിക്കുക. മർ 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 അല്ല, വായ ഓപ്പൺ ചെയ്യരുത്. മർ ഖദിന മർ ഖാഫ് മർ ഖദിന മർ ഖദിന മർ ഖദിന ശേഷം ഹാദാ മാ വഅദർ റഹ്മാനു വഅദ വഅദ ഐന് ശ്രദ്ധിക്കുക. വഅദർ റാ വഅദർ വഅദർ ഹാ വഅദർ റഹ്മാനു ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ സാദ് വസദഖൽ ഖാഫ് വസദഖൽ മുർസലൂൻ മുർ റാ മുർസലൂൻ. ഈ ഒരു ആയത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പല ആളുകളും തെറ്റിച്ച് ഓതുന്നത് കൊണ്ട് മാത്രം പറയുകയാണ്. അവിടെ മിമ്മർഖദിന എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഖാഫ് ലാമ് ഒരു അലിഫ് കാണാം. ഖില എന്ന് പറയും. ഇതും അതിനോടൊപ്പം തന്നെ ഒരു സീൻ കാണാൻ കഴിയും. ഇത് രണ്ടിനും രണ്ട് നിയമം. അഥവാ ഈ ഖിലയെ പരിഗണിച്ചിട്ട് ഇവിടെ ഒരു ഓത്തുണ്ട്, സീനിനെ പരിഗണിച്ചിട്ടും ഇവിടെ ഒരു ഓത്തുണ്ട്. രണ്ടും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ഖില എന്നതിനെ പരിഗണിച്ചുകൊണ്ടുള്ള ഓത്ത് നമ്മൾ മിമ്മർഖദിന എന്ന സ്ഥലത്ത് നിർത്തി ശ്വാസം വിട്ട് അടുത്ത ശ്വാസം എടുത്ത് ഹാദാ മാ വഅദ റഹ്മാനു എന്ന് ബാക്കി ഓതി പോകുക. ഇതാണ് ഖില എന്നതിനെ പരിഗണിച്ചുകൊണ്ടുള്ള ഓത്ത്. രണ്ടാമത്തത് സീനിനെ പരിഗണിച്ചുകൊണ്ടുള്ള ഓത്ത്. സീനിനെ പരിഗണിച്ചുകൊണ്ടുള്ള ഓത്ത്, സീൻ എന്നത് സക്ത എന്നതിനെ സൂചിപ്പിക്കുന്നു, അതിനാണ് സീൻ ഇട്ടിരിക്കുന്നത്. ഓത്തിൻ്റെ രൂപം മാത്രം ഞാൻ പറഞ്ഞുതരാം. മിമ്മർഖദിന എന്ന സ്ഥലത്ത് നമ്മൾ നിർത്തണം, ഒന്ന് സ്റ്റക്കാകണം. പക്ഷേ അവിടെ നമ്മൾ ശ്വാസം വിട്ടിട്ട് അടുത്ത ശ്വാസം എടുത്തു ഓതുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട. മറിച്ച് ഒറ്റ ശ്വാസം തന്നെ ആയിരിക്കണം, പക്ഷെ നമ്മളവിടെ നിർത്തുകയും വേണം. എങ്ങനെ? നമ്മൾ ആ മിമ്മർഖദിന എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് സ്റ്റക്കാകണം എന്നർത്ഥം. മറിച്ച് നമ്മൾ ശ്വാസം വിടരുത്. മിമ്മർഖദിന ഹാദാ ഇങ്ങനെ ഓതണം. അതുപോലെ ശ്വാസം അവിടെ വിടരുന്ന ശ്വാസം അവിടെ വിടരുത്, ആ ശ്വാസത്തിൽ തന്നെ എന്ത് ചെയ്യണം? ഓതണം. എന്നാൽ അവിടെ ഒരു സ്റ്റക്ക് ഉണ്ടാവുകയും വേണം, സ്റ്റോപ്പ് ഉണ്ടാവുകയും വേണം. ഇതാണ് സീനിനെ പരിഗണിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ അവലംബിക്കണം. അടുത്ത ആയത്ത് കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. ഇവിടെ ആദ്യം കാനത് സാക്കിനായ നൂനിന് ശേഷം കാഫ്, അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞു സാക്കിനായ നൂനിന് ശേഷം 15 അക്ഷരങ്ങൾ വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞതാണ്. ആ 15 അക്ഷരങ്ങളിൽ പെട്ട ഒരക്ഷരമാണ് കാഫ്. അതുകൊണ്ട് ഇൻക എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു? മറച്ചു. ആ നൂനിൻ്റെ മഖറജിനെ അവിടെ മറച്ചു വെച്ചുകൊണ്ട് കാനത് ഇങ്ങനെ ഓതുക. കാനത് ഇല്ലാ സൈഹതൻ സൈ സ്വാദ് ശ്രദ്ധിക്കുക. സൈ ഇല്ലാ സൈ അല്ല,
ഇല്ലാ ഇല്ലാ സ്വൈഹതൻ സ്വൈഹ ശ്രദ്ധിക്കുക. ശേഷം സ്വൈഹതൻ ഇവിടെ മണിക്കണം. തൻവീൻ വന്നിട്ടുണ്ട്. തൻവീന് ശേഷം വാവ് അഥവാ യാ വാവ് മീമ് നൂന് ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നൊന്നിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ സ്വൈഹതൻ സ്വൈഹതൻ എന്ന് പറയേണ്ട സ്ഥലത്ത് സ്വൈഹതൻ എന്നാക്കി. തവ്വ എന്നാക്കി. ആ തവ്വ എന്നാക്കലോട് കൂടെ തന്നെ അവിടെ മണിക്കുകയും വേണം. ഇങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത്. സ്വൈഹതൻ വാഹിദതൻ ശ്രദ്ധിക്കുക. അവിടെ മണിക്കണം. കാരണം തൻവീന് ശേഷം നേരത്തെ പറഞ്ഞ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഫ വന്നു. അതുകൊണ്ട് അവിടെ ഇഖ്ഫാ ചെയ്യണം. ഫഇദാഹും ജമീഉൻ ലദൈനാ ജമീഉൻ ഐന് അത് ശ്രദ്ധിക്കുക. ജമീഉൻ ല എന്ന് പറയുന്ന സ്ഥലത്ത് ജമീഉൻ ല എന്ന് പറഞ്ഞു. അത് ഇദ്ഗാം ബിലാ ഗുന്ന എന്നാണ് ഈ നിയമത്തിന് പറയുക. അഥവാ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ഇവിടെ തൻവീന വന്നിരിക്കുന്നത്. ഈ തൻവീന് ശേഷം ലാമോ റാഓ ഈ രണ്ട് ഏതെങ്കിലും ഒരു അക്ഷരം ഇവിടെ ലാമോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലാമോ റാഓ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ ഇപ്പോൾ ഈ വാഹിദത്തൻ എന്ന് പറഞ്ഞു സ്വൈഹത്തൻ വാഹിദത്തൻ എന്ന് പറഞ്ഞതുപോലെ അവിടെ ചേർക്കണം. ജമീഉല്ല എന്ന് ചേർക്കണം. പക്ഷെ നേരത്തെ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിടെ മണിക്കണം. സ്വൈഹതൻ അവിടെ ചേർക്കണം, മണിക്കുകയും വേണം. പക്ഷെ ഇവിടെ ചേർക്കണം, പക്ഷെ മണിക്കരുത്. ജമീഉല്ല ഇങ്ങനെ മണിക്കണോ? വേണ്ട. ജമീഉല്ല ജമീഉൻ ല എന്ന സ്ഥലത്ത് ജമീഉല്ല ഇങ്ങനെ ഓതി. ജമീഉല്ലദൈനാ ശ്രദ്ധിക്കുക. ലോദ് തഫ്ഖീമിന്റെ അക്ഷരമാണ്. അല്ല അടുത്ത ആയത്ത് فَالْيَوْمَ لَا تُظْلَمُ نَفْسٌ شَيْئًا وَلَا تُجْزَوْنَ إِلَّا مَا كُنْتُمْ تَعْمَلُونَ നോക്കാം. فَالْيَوْمَ لَا تُظْلَمُ തുലമു എന്ന് പറഞ്ഞ തുള് എന്ന് കേൾക്കരുത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു കുത്തുബ് ജദ് ഈ 5 അക്ഷരങ്ങൾ മാത്രമേ ഇങ്ങനെ ബ് എന്ന ഈ ഒരു ഇടിപ്പ് ശബ്ദം ഉണ്ടല്ലോ അത് കേൾക്കാൻ പറ്റൂ. എന്നാൽ ഇവിടെ ലോ ആണ്. ലോ കുത്തുബ് ജദ്ദി പെട്ട ഒരു അക്ഷരമല്ല. അതുകൊണ്ട് തുള് എന്ന് പറയരുത്. മറിച്ച് ലാ തുൾ ഇത്ര മതി. ലാ തുളമു ലാ തുൾ തഫ്ഖീമിന്റെ അക്ഷരമാണ് ലോ. അതുകൊണ്ട് തുൾ അടഞ്ഞു തന്നെ പറയണം. ലാ തുളമു നഫ്സുൻ അവിടെ മണിക്കണം. കാരണം തൻവീന് ശേഷം 15 അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരം അഥവാ ഷീൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇഖ്ഫാ ചെയ്യണം. നഫ്സുൻ ഇഖ്ഫാഇന്റെ ആ ഒരു പാരായണ രൂപം എങ്ങനെയാണെന്ന് കൃത്യം മനസ്സിലാക്കണം. നഫ്സുൻ ഷൈഅൻ വ എന്ന സ്ഥലത്ത് ഷൈഅൻ വ നേരത്തെ നമ്മൾ പറഞ്ഞു തൻവീനോ ഇല്ലെങ്കിൽ സാക്കിനായ നൂനിനോ ശേഷം യാ വാവ് മീമ് നൂന്. ഇവിടെ വന്നത് ഏതാ? വാവാണ്. അപ്പോൾ ഈ 4 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഒന്നൊന്നിലേക്ക് എന്ത് ചെയ്യുക? ചേർക്കുക, അതിനുശേഷം മണിക്കുക. അപ്പോൾ ഷൈഅൻ എന്ന് പറയാതെ ഷൈഅൻ വ കണ്ട നമ്മൾ ഒന്നിലേക്ക് ചേർത്തല്ലോ. എന്നിട്ട് വാവിന് ഷെദ് കൊടുക്കുന്നത് പോലെ ഒരു കട്ടിയായി അവിടെ. ഷൈഅൻ വ എന്ന് പറയുമ്പോൾ അവിടെ കട്ടിയില്ല അഥവാ ഷെദ്ദില്ല. ഇനി ഷൈഅൻ വ എന്ന് പറയുമ്പോൾ എന്തായി? അതിന് കട്ടി കൊടുക്കൽ മാത്രമല്ല അവിടെ മണിക്കുകയും വേണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഷൈഅൻ വലാ തുജ്സൗന നേരത്തെ പറഞ്ഞു കുത്തുബ് ജദ് ഇജ് തുജ് വലാ തുജ്സൗന ഇസ പറയുമ്പോൾ എന്ന് ഈ ഒരു ശബ്ദം പുറപ്പെടണം. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും
സാക്കിനായ നൂനിന് ശേഷം താ അഥവാ 15 അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരം ഇഖ്ഫാ ചെയ്യണം. കുന്തും ഇല്ലാ മാ കുന്തും ഐന് ശ്രദ്ധിക്കുക. തഅമലൂൻ തഅമലൂൻ തഅമലൂൻ. ആദ്യം മുതൽ നമുക്ക് ഒന്നുകൂടി ഓതി നോക്കാം. وَنُفِخَ فِي الصُّورِ فَإِذَا هُمْ مِنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ قَالُوا يَا وَيْلَنَا مَنْ بَعَثَنَا مِنْ مَرْقَدِنَا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതനുസരിച്ച് ഓതാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.